CPIM എറണാകുളം ജില്ലാ സെക്രട്ടറി എസ് സതീഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് അവസാനിച്ചു. എറണാകുളത്തെ സംബന്ധിച്ച് LDF വലിയ പ്രതീക്ഷകളൊക്കെ തന്നെ വെച്ച് പുലർത്തിയിരുന്നു. എങ്ങനെയാണ് LDFനെ സംബന്ധിച്ച പ്രതീക്ഷകൾക്ക് മങ്ങലേറ്റു? എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് റിസൾട്ടിനെ വിലയിരുത്തുന്നത്? അതെ, ഞങ്ങൾ കുറേ കൂടി മെച്ചപ്പെട്ട റിസൾട്ട് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. കാരണം നമ്മൾ നടത്തിയിട്ടുള്ള വികസന കാര്യങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ അതിലൂന്നി നിന്നുകൊണ്ടായിരുന്നു ക്യാമ്പയിൻ ചെയ്തിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് നല്ല സ്വീകാര്യതയുണ്ട് എന്നാണ് കരുതിയത്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനെ സംബന്ധിച്ച് നമ്മൾ ബൂത്ത് അടിസ്ഥാനത്തിൽ ഉൾപ്പെടെയുള്ള പരിശോധന ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ കാരണങ്ങളെന്ന് കണ്ടെത്തും. ഞങ്ങൾ കരുതിയെന്ന് വ്യത്യസ്തമായ ജനങ്ങളെങ്ങനെയാണ് ചിന്തിച്ചത് എന്ന് മനസ്സിലാക്കി തിരുത്തൽ വരുത്തേണ്ട കാര്യമുണ്ടെങ്കിൽ തിരുത്തൽ വരുത്തി ജനങ്ങളോടൊപ്പം നിന്ന് തന്നെ പ്രവർത്തിച്ച് മുമ്പോട്ട് പോകാൻ ആവശ്യമായ പദ്ധതി ഉണ്ടാക്കും എന്നാണ് കണ്ടിട്ടുള്ളത്. അതിനാവശ്യമായ ഒരു പ്രോസസ്സാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ നമ്മുടെ കോർപ്പറേഷൻ ഉൾപ്പെടെ കഴിഞ്ഞ 5 വർഷക്കാലം നല്ല രൂപത്തിലാണ് ഭരണം നടത്തുന്നത്. പൊതുവിൽ നല്ല അഭിപ്രായമാണ്. മാധ്യമങ്ങളും പൊതുസമൂഹത്തിൻ്റെ എല്ലാ ഇടയിൽ നിന്ന് അതാണ് വന്നിട്ടുള്ളത്. എന്നാൽ അത്തരം കാര്യങ്ങൾക്കല്ല തെരഞ്ഞെടുപ്പിൽ പ്രാമുഖ്യം കിട്ടിയിട്ടുള്ളത് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് പരിശോധിച്ചിട്ട് ആവശ്യമായ കാര്യം എടുക്കണം എന്നാണ് കാണുന്നത്. എന്ത് തരത്തിലുള്ള തിരുത്തലുകൾ എന്ന് പറയുമ്പോൾ ബൂത്ത് തലത്തിൽ ഉൾപ്പെടെ പരിശോധന നടത്തുമെന്നുള്ളതാണോ? ആ നടപടികൾ ആരംഭിച്ചു? അതെ, അതിൻ്റെ പ്രവർത്തനത്തിലേക്ക് കിടക്കുകയാണ്. അത് വെച്ചാൽ ഓരോ ബൂത്തിൽ ഓരോ കാര്യങ്ങൾ, ചിലപ്പോൾ കോമൺ ഫാക്ടറുകൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കണ്ടെന്ന് വന്നേക്കാം. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പാകുമ്പോൾ വളരെ ഗ്രാസ് റൂട്ട് ലെവലിൽ നടക്കുന്ന കാര്യങ്ങളെ പോലും ചിലപ്പോൾ സ്വാധീനിക്കപ്പെടാൻ ഘടകമുണ്ട്. അപ്പോൾ അതെന്താണെന്ന് ഓരോ പ്രദേശത്തും അങ്ങനെ വന്നത് ഏതൊക്കെ കാര്യങ്ങളാണെന്ന് കാണുകയും അതാത് പ്രദേശത്തെ അത്തരം കാര്യങ്ങളുടെ കുറവുകൾ പരിഹരിക്കാൻ ആവശ്യമായ ഒരു കാര്യങ്ങൾക്ക് ഊന്നൽ നൽകുക എന്നുള്ളതാണ് കാണുന്നത്. ഈ കൊച്ചി കോർപ്പറേഷനൊക്കെ സംബന്ധിച്ച് LDFന്റെ ഭരണസമിതി നേതൃത്വം കൊടുത്തിരുന്ന സമയത്ത് ലോകശ്രദ്ധയെ ആകർഷിച്ച പലതരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഏറ്റവും ഒടുവിൽ ബ്രഹ്മപുരത്തെ ആ മാലിന്യ സംസ്കരണ പ്ലാന്റ് ആണെങ്കിലും സമൃദ്ധി പോലെയുള്ള പദ്ധതികൾ ഉൾപ്പെടെ വലിയ നേട്ടമായിട്ട് ഉയർത്തിക്കാട്ടിയിട്ടും കൊച്ചി കോർപ്പറേഷനിൽ എങ്ങനെയാണ് ഇത്ര വലിയൊരു തിരിച്ചടി LDFന് നേരിടേണ്ടി വന്നത്? അതാണ് നമ്മൾ കൂടുതൽ പരിശോധിക്കണമെന്ന് പറഞ്ഞു. ഒന്ന്, കുറച്ച് രാഷ്ട്രീയമായിട്ടുള്ള ബലാബലത്തിൽ ഞങ്ങൾ UDFുമായി വലിയ അന്തരം ഉണ്ടല്ലോ. അത് നമ്മൾ പല ഘട്ടങ്ങളിലും കാണുകയും തെരഞ്ഞെടുപ്പ് സമയത്തും വിലയിരുത്തുകയും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും മറ്റു പല തെരഞ്ഞെടുപ്പുകളുടെ ഒരു അവലോകന ഘട്ടങ്ങളിൽ ആ വ്യത്യസ്തതയെ നമുക്ക് കാണാൻ കഴിയുന്നു. പക്ഷേ പൊതുവിൽ ഞങ്ങൾ നല്ലവണ്ണം ഭരിക്കുന്ന ഘട്ടങ്ങളിൽ കോർപ്പറേഷൻ ഞങ്ങൾക്ക് പിന്തുണ കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ കോർപ്പറേഷൻ മാത്രമല്ല, നമ്മുടെ ജില്ലയിലെ എല്ലാ അസംബ്ലി മണ്ഡലങ്ങൾക്കും അങ്ങനെ ഒരു പ്രത്യേകത. ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയാത്ത അസംബ്ലി മണ്ഡലങ്ങളൊന്നുമില്ല, എന്നാൽ ചിലപ്പോൾ ഞങ്ങൾ തോറ്റു പോവുകയും ചെയ്യാം. അങ്ങനെയുള്ള സ്ഥിതിയുണ്ട്. അപ്പോൾ മറ്റൊരു കോൺക്രീറ്റായ പൊളിറ്റിക്കൽ കാഴ്ചപ്പാടുള്ള ഒരു പ്രദേശം പോലെയല്ല നമ്മുടെ ഇവിടെ. ഇങ്ങനെ മാറി മാറി വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഘടകങ്ങൾ എന്താണെന്ന് കൂടുതൽ പരിശോധിച്ചിട്ടേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഈ തൃപ്പൂണിത്തുറ നഗരസഭയിലേക്ക് എത്തുന്ന സമയത്ത് ഇപ്പോൾ CPIMനെയൊക്കെ സംബന്ധിച്ച് തൊഴിലാളി വിഭാഗത്തിൻ്റെയൊക്കെ തന്നെ ശക്തി കേന്ദ്രം കൂടിയായിരുന്നു തൃപ്പൂണിത്തുറ എന്നുള്ളത്. പക്ഷേ അവിടെ BJP ആണ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ടുള്ളത്. ഇപ്പോൾ അവിടെ BJP ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കോൺഗ്രസിൻ്റെ സഹായം തേടും. അത്തരം നീക്കങ്ങളൊക്കെ തന്നെ ഉണ്ടാകും. അല്ല, തൃപ്പൂണിത്തുറയിൽ ഞങ്ങൾക്ക് 20 സീറ്റാണുള്ളത്. ഞങ്ങൾ തൃപ്പൂണിത്തുറ നിശ്ചയമായും ഞങ്ങളുടെ ചെയർമാൻഷിപ്പിന് വേണ്ടി മത്സരിക്കാൻ ആവശ്യമായ സമീപനം ഞങ്ങൾ എടുക്കും. തൃപ്പൂണിത്തുറയിൽ യഥാർത്ഥത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി BJP ഞങ്ങളുമായിട്ടാണ് മുനിസിപ്പാലിറ്റിയുടെ ഡയറക്റ്റ് ഫൈറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. BJPയോട് ഡയറക്റ്റായി ഫൈറ്റ് ചെയ്യുന്നത് തന്നെ ഞങ്ങളാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്ന ഒരു കാര്യം, ഞങ്ങളുടെ സീറ്റ് കുറയണമെന്ന്, ഇടതുപക്ഷത്തിൻ്റെ മുനിസിപ്പാലിറ്റികളുടെ സീറ്റിൻ്റെ എണ്ണം കുറയണമെന്ന് ഒരേ രൂപത്തിൽ BJPയും കോൺഗ്രസും ആഗ്രഹിക്കുകയും അതിനാവശ്യമായ ഒരു നീക്കുപോക്ക് അവർ എടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കാണാൻ കഴിയും. ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ തന്നെ നോക്കിയാൽ കാണാം, അവിടുത്തെ വാർഡ് നമ്പർ 44, അവിടെ BJP ജയിച്ചത് 35 വോട്ടിനാണ് ജയിച്ചിട്ടുള്ളത്. അവിടെ കഴിഞ്ഞ തവണ 421 വോട്ടാണ് UDFനുണ്ടായിരുന്നത്. ഇപ്പോൾ അവിടെ 286 വോട്ടാണ്. എന്ന് പറഞ്ഞാൽ ടൈറ്റ് ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളും BJPയും കോൺഗ്രസൊക്കെ ഒപ്പത്തിനൊപ്പം നിന്ന് ഫൈറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ ജയിക്കാറുണ്ട്. നേരിയ വോട്ടിനാണെങ്കിലും ഞങ്ങൾ ജയിക്കാറുണ്ട്. പക്ഷേ ഞങ്ങളുടെ ജയം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി കോൺഗ്രസ് അവിടെ എന്ത് ചെയ്തു? BJPയെ സഹായിച്ചു എന്നുള്ളതാണ് ഈ കണക്കുകളിൽ നിന്ന് തന്നെ കാണാൻ കഴിയും. കോൺഗ്രസ് ഉന്നയിക്കുന്നത് CPM പല വോട്ടുകളും BJPക്ക് മറിച്ചത് കൊടുത്തതുകൊണ്ടാണ് BJPക്ക് അത്രയധികം സീറ്റ് മുനിസിപ്പാലിറ്റി ലഭിച്ചതെന്നൊരു ആരോപണം അവിടെ കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട്. ഇന്നലെ ഇപ്പോൾ മുഹമ്മദ് ഷിയാസൊക്കെ അത് പറയുക. അതാണ് ഞാനിപ്പോൾ ഈ വാർഡിൻ്റെ തന്നെ കാര്യം പറഞ്ഞിട്ടുള്ളത്. ഒരു ആക്ഷേപം ഉന്നയിക്കുക മാത്രമല്ല, ഇപ്പോൾ മറ്റൊരു വാർഡ് നോക്കുക, 28-ാം നമ്പർ വാർഡ് 19 വോട്ടിനാണ് അവിടെ BJP ഞങ്ങളെ പരാജയപ്പെടുത്തിയത്. ഒരു 200 വോട്ടിനടുക്കെ കോൺഗ്രസിനുള്ള വാർഡാണ്. അവിടെ കൃത്യം ഒരു 150 വോട്ടിലേക്ക് അവർ മാറുന്ന നില വന്നു. അപ്പോൾ ഇങ്ങനെ ഉള്ള സമീപനം എടുത്തു. ഇപ്പോൾ ഞങ്ങളും കോൺഗ്രസും തമ്മിൽ മത്സരിക്കുന്ന വാർഡിൽ BJP എന്ത് ചെയ്തു വെച്ചാൽ
അവിടെ കോൺഗ്രസ് ജയിക്കണം എന്ന സമയം. ഇപ്പോൾ കോൺഗ്രസ് സീറ്റ് ഇപ്പോൾ വർദ്ധിച്ചു, ഞങ്ങൾ സീറ്റ് വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ വർദ്ധിപ്പിച്ചപ്പോൾ ഞങ്ങളും കോൺഗ്രസും ഡയറക്റ്റ് ഫൈറ്റ് ചെയ്തെന്ന ജയസാധ്യത ഞങ്ങളുള്ളിടത്ത് BJP കോൺഗ്രസിനെ ജയിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ളൊരു നീക്കം അവർ തമ്മിൽ പറഞ്ഞു. അതാണ് ഇപ്പോൾ വാർഡ് നമ്പർ 2 കാണും. BJPക്ക് 261 വോട്ടുണ്ടായതാണ്. ഇത്തവണ 80 വോട്ടേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ സാധാരണയിൽ നിന്നും വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ നീക്കുപോക്ക് നടത്തിയിട്ടാണ് തൃപ്പൂണിത്തുറയിലെ BJPയെ ഒന്നാമത്തെ പാർട്ടിയാക്കി മാറ്റിയത്. അത് കോൺഗ്രസ് എടുത്തിട്ടുള്ള സമീപനത്തിൻ്റെ ഭാഗമായിട്ടാണ്. കോൺഗ്രസും BJPയും കൂടി ചേർന്നെടുത്തിട്ടുള്ള സമീപനമാണ്. ഇതേ കാര്യം തന്നെ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. പറവൂർ മുനിസിപ്പാലിറ്റി BJP സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല, വടക്കേക്കര നിർത്തിയിട്ടില്ല, പറവൂരിലെ പല അസംബ്ലി മണ്ഡലങ്ങളും നിർത്തിയിട്ടില്ല തുടങ്ങിയ കാര്യങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു. അന്നേരം DCC പ്രസിഡന്റ് ഷിയാസ് ചോദിച്ച മറുപടി ആയിട്ട് ഞാൻ കേട്ട ഒരു കാര്യം, അല്ല CPM ജില്ലാ സെക്രട്ടറിക്ക് BJP സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ആശങ്കപ്പെടുന്നത് എന്നാണ്. അപ്പോൾ അന്ന് തന്നെ ഞാൻ തിരിച്ചു ചോദിച്ചിരുന്നു, അല്ല കോൺഗ്രസിൽ എന്തുകൊണ്ടാണ് ആശങ്കയില്ലാത്തത്? ഒരു വാർഡിൽ 200-അധികം വോട്ടുള്ള BJPക്ക് വോട്ടുള്ള വാർഡുകളിൽ BJP സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല. 1300-ലേറെ വോട്ടുള്ള ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിൽ BJP സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഷിയാസിന് ആശങ്ക വരാത്തത്? ഷിയാസ് അല്ലേ ആശങ്കപ്പെടണ്ടേ സ്വാഭാവികമായിട്ട്? അപ്പോൾ ഷിയാസ് ആശങ്കപ്പെടാത്തത് ഈ പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ആശങ്കപ്പെടാത്തതെന്ന് അന്ന് തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിനെ സാധൂകരിക്കുന്ന അനുഭവം ഇപ്പോൾ പറവൂർ മുനിസിപ്പാലിറ്റിക്കകത്ത് BJPക്ക് 200-ലേറെ വോട്ടുള്ളിടത്ത് മത്സരിക്കേണ്ട എന്ന് തീരുമാനിച്ചപ്പോൾ ഞങ്ങൾ 55 വോട്ടിന് തോറ്റു. വടക്കേക്കരയ്ക്കകത്ത് എന്ന 4 വാർഡിനകത്ത് 100, 150, 200 വോട്ടുള്ളിടത്ത് മത്സരിക്കേണ്ട എന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 55, 60, 80 വോട്ടിനൊക്കെ ഞങ്ങൾ തോറ്റു. അപ്പോൾ ഇതാണ് നീക്കുപോക്ക് എന്നുള്ളത്. നമുക്ക് മൈക്ക് കിട്ടുമ്പോൾ എന്ത് വേണമെങ്കിലും വിളിച്ച് പറയാം, പക്ഷേ ഓരോ വാർഡ് അടിസ്ഥാനത്തിലുള്ള വളരെ കൃത്യമായ നീക്കുപോക്ക് ഞങ്ങളിത് ജനങ്ങളോട് തുറന്നു പറയും. അത് BJP ആണെങ്കിലും RSS ആണെങ്കിലും മറുപുറത്ത് ജമായത്ത് ഇസ്ലാമി ആണെങ്കിലും ഇങ്ങനെ വർഗീയ ശക്തികളോട് തരാതരം കൂട്ടുകൂടിക്കൊണ്ട് വിജയം കൊയ്യുക എന്ന സമീപനം കേരളത്തിൻ്റെ മതനിരപേക്ഷതയ്ക്ക് വലിയ ആഘാതം ഉണ്ടാക്കുന്നതാണ്. മതനിരപേക്ഷ കേരളത്തെ തകർക്കുന്ന പ്രവർത്തനത്തിൻ്റെ കേന്ദ്രമായിട്ടാണ് ഈ എറണാകുളത്തെ കോൺഗ്രസ് VD സതീശനും ഷിയാസിൻ്റെ നേതൃത്വത്തിൽ മാറിയിട്ടുള്ളത്. ഇപ്പം അതിന് മറുപടിയായി തൃപ്പൂണിത്തുറയുടെ കാര്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇന്നലെ ഷിയാസ് പറഞ്ഞൊരു കാര്യം ഞാൻ കേട്ടത്, അല്ല സ്വരാജ് മറുപടി പറയണമെന്നാണ്. സ്വരാജ് ആ ലോജിക്ക് എന്താണെന്നേ മനസ്സിലായി. സ്വരാജ് അവിടെ തെരഞ്ഞെടുപ്പ് ചുമതല ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് DCC പ്രസിഡന്റ് ചൂണ്ടിക്കാണിക്കുന്നത്. അതാണ് ശുദ്ധ നുണ പറഞ്ഞിട്ട് തെറ്റിദ്ധരിപ്പിക്കാന്നാണ്. സ്വരാജിന് സംഘടനാ ചുമതല ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. സ്വരാജ് മലപ്പുറത്തായിരുന്നു, ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നില്ലല്ലോ. ആകെ ഞങ്ങളുടെ സ്റ്റേറ്റ് നേതാക്കന്മാർ വന്നു പോകുന്ന പൊതുയോഗ പരിപാടിയുടെ ഭാഗമായ ഒരു ദിവസത്തെ 2 യോഗങ്ങൾക്കല്ലാതെ സ്വരാജ് തെരഞ്ഞെടുപ്പിലേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഷിയാസ് പച്ച നുണയെ അങ്ങോട്ട് പറയുകയാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ യഥാർത്ഥത്തിൽ ഷിയാസിന്റെ മാനദണ്ഡം വെച്ചാണ് അവിടെ ഉത്തരം പറയേണ്ടത് കെ ബാബു അല്ലേ അവിടുത്തെ MLA. സ്വരാജ് MLA ആയിരുന്നത് 2016 മുതൽ 21 വരെയാണ്. 2021 മുതൽ ഇപ്പോൾ ബാബു അല്ലേ. അപ്പോൾ ബാബുവിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലാണ് ഈ നീക്കം നടത്തിയിട്ടുള്ളത്. എന്തിനാണ്? 2026 നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അത് തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ BJPയുടെ വോട്ട് കൂടി വാങ്ങണം എന്ന സമീപനത്തിൻ്റെ അടിത്തറയിടുകയാണ്. അത് മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾ അങ്ങോട്ട് സഹായിക്കാം, ആരും അറിയില്ലാത്ത വിധത്തിലുള്ള സഹായം അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുപോക്ക് നടത്തി സഹായിക്കാം, BJP ഇടതുപക്ഷത്തിൻ്റെ സീറ്റിൻ്റെ എണ്ണം കുറയ്ക്കാൻ ഞങ്ങൾ സഹായിക്കാം, മറിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് വേണം, BJPയുടെ സഹായം മേടിക്കണം എന്ന സമീപനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അത് ജനങ്ങളുടെ മുമ്പാകെ വരുന്നേക്ക് മുമ്പ് നേരെ സ്വരാജിലേക്ക് വെക്കുകയാണ്. സ്വരാജ് നേരത്തെ MLA എന്നല്ല, സ്വരാജിന് സംഘടനാ ചുമതല പ്രവർത്തനത്തിലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പച്ചയായ നുണകൾ പറയുക, അത് പറഞ്ഞുകൊണ്ടൊരു അന്തരീക്ഷം സൃഷ്ടിച്ച് ഇങ്ങനെ പോകുന്നതെല്ലാം കുറച്ച് കാലത്തേക്ക് അവർക്ക് ജനങ്ങളെ പറ്റിക്കാൻ കഴിയും. പക്ഷേ ഇതിൻ്റെ സൂക്ഷ്മാർത്ഥത്തിൽ ജനങ്ങളത് മനസ്സിലാക്കുന്നത് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. ഇപ്പോൾ ഈ തിരുവനന്തപുരം നഗരസഭയിലും പാലക്കാട് ഉൾപ്പെടെ ഈ ഇന്ത്യ മുന്നണി എന്നൊരു രീതിയിലുള്ള ഒരു ധാരണ വരുന്നുണ്ട്. BJP അധികാരത്തിൽ വരാതിരിക്കാൻ തൃപ്പൂണിത്തുറയിൽ അത്തരം ഒരു നീക്കം ഉണ്ടാകുമോ? അല്ല, ഇന്ത്യ മുന്നണി എന്നൊക്കെ ഉള്ളത് വളരെ വിശാലമായ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ പോവുകയാണ്. അതിന് മറുപടി പറയാൻ ഞാൻ ആളുമല്ല. അത് പാർട്ടിയുടെ അഖിലേന്ത്യാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഒക്കെ ഉള്ള ആളുകൾ പറയുന്നത്. ഇന്ത്യ മുന്നണിക്ക് ഒരു വിശാലമായ കാഴ്ചപ്പാടുണ്ട്. അത് ഞങ്ങളുടെ പാർട്ടി പൊസിഷനുമുണ്ട്. രാജ്യത്തെ RSSനെതിരെയുള്ള സമീപനത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഒന്നാമത്തെ ശത്രു RSS ആണ് ഞങ്ങളുടെ പാർട്ടി കോൺഗ്രസ് തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. അതിനെ തടഞ്ഞു നിൽക്കാൻ അതിൻ്റെ ഒരു വിശാലമായ കൂട്ടായ്മ എന്ന നിലയിലാണ്, മതനിരപേക്ഷ കൂട്ടായ്മ എന്ന നിലയിലാണ് അതിൻ്റെ ഒരു പ്ലാറ്റ്ഫോം കൊണ്ടുപോകപ്പെട്ടിട്ടുള്ളത്. പക്ഷെ ഞാൻ സൂചിപ്പിച്ച അതിന് ഘടകവിരുദ്ധമായ കാര്യമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ആ RSSനെ ഇവിടെ ഒരു തരത്തിലുള്ള സഹകരണവും ഉണ്ടാകില്ല എന്നാണ് അങ്ങ് ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നത്. അല്ല, അതല്ല, അങ്ങ് തന്നെ ആലോചിച്ച് നോക്കൂ, അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന ജനങ്ങൾ ആലോചിച്ച് നോക്കൂ. കോൺഗ്രസും BJPയും കൂടി ഒന്നിച്ച് കൈകോർത്ത് നിന്ന് ഇടതുപക്ഷത്തിൻ്റെ സീറ്റിൻ്റെ എണ്ണം കുറച്ച് BJPയെ മുഖ്യ പാർട്ടിയാക്കി മാറ്റുന്നു. അങ്ങനെ മാറ്റുന്ന ഒരു അവിശുദ്ധ രാഷ്ട്രീയ നീക്കുപോക്കിൻ്റെ മുന്നിൽ
ഈ വിശാലമായ മതനിരപേക്ഷ ഇന്ത്യയുടെ കാഴ്ചപ്പാടിന് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു സമീപനവും ഈ സമീപനവും തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. മറ്റു കാര്യങ്ങളെല്ലാം പാർട്ടിയുടെ നേതൃത്വമാണ് ഉന്നയിക്കുന്നത്. മുഖ്യശത്രു BJP എന്ന് പറയുമ്പോൾ ആ BJP അധികാരത്തിൽ വരാതിരിക്കാൻ സ്വാഭാവികമായിട്ടും ചില വിട്ടുവീഴ്ചയ്ക്ക് LDF-നും UDF-നും അവിടെ തയ്യാറായിക്കൂടെ എന്നൊരു ചോദ്യമാണ് ഉയരുന്നത്. അതെ, പ്രധാന മുഖ്യശത്രുവായ BJP-യെ ഒന്നാമതാക്കാൻ വേണ്ടി ചെയ്തിരിക്കുകയാണ് കോൺഗ്രസ്. ഇതാണ് എൻ്റെ പ്രശ്നം. ഒന്നാമത്തെ കക്ഷിയാക്കി അവിടെ വളർത്തിയെടുക്കാൻ വേണ്ടി വെള്ളവും വളവും എല്ലാം ഇട്ടുകൊടുത്തവർ ഞാൻ ഈ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺഗ്രസും ജയിപ്പിക്കാം. അതുകൊണ്ട് ഗുണം എന്താ? ഇടതുപക്ഷത്തിൻ്റെ സീറ്റിൻ്റെ എണ്ണം കുറയും. BJP-യെയും ജയിപ്പിക്കാം, അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ എണ്ണം കുറയും. ഞങ്ങളും കോൺഗ്രസും ടൈറ്റ് ഫൈറ്റ് നടത്തിയെടുത്ത് നേരെ BJP കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നു. ഞങ്ങളും BJP-യും ടൈറ്റ് ഫൈറ്റ് നടത്തിയെടുത്ത് കോൺഗ്രസ് BJP-ക്ക് വോട്ട് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ഗുണം കിട്ടുക, ഇടതുപക്ഷത്തിൻ്റെ സീറ്റിൻ്റെ എണ്ണം കുറയും, BJP-യെ മുഖ്യകക്ഷിയാക്കാം. അങ്ങനെ വരുമ്പോൾ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഉൾപ്പെടെ സഹായിക്കാൻ കഴിയുന്ന സമീപനത്തിലേക്ക് അന്തർധാര നീളുന്നു. അത് മറച്ചു വയ്ക്കാൻ വേണ്ടി കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ തവണ അവിടെ MLA ആയിരുന്ന സ്വരാജിൻ്റെ മേലിലേക്ക് അത് ആക്ഷേപിക്കുന്നു. എന്നിട്ട് സ്വരാജ് RSSനെ സഹായിക്കുന്നുണ്ടോ എന്ന് വരെ ഞാൻ സംശയിക്കുകയാണെന്ന് പറയാം. ആ വാദം കേരളത്തിൽ ഉയർത്തിയത് മീഡിയ മണ്ട ദാവൂദാണ്. ജമാഅത്ത് ഇസ്ലാമിയുടെ വാദമാണ് ഷിയാസ് ഉന്നയിക്കുന്നത്. ഞങ്ങളുടെ വസ്തുതകളെ, ഞങ്ങളുടെ മുമ്പ് ഉയർന്നു വരുന്ന വിരലുകളെ മാറ്റിവെക്കാൻ വേണ്ടി വസ്തുതാവിരുദ്ധമായ വാർത്ത, വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളതെന്ന് കാണാം. അങ്കമാലി നഗരസഭയിലേക്ക് എത്തുമ്പോഴും സമാന സ്ഥിതിയുണ്ട്. അവിടെ സ്വതന്ത്രരൊക്കെ തന്നെയുണ്ട്, തൃപ്പൂണിത്തറയുടെ സാഹചര്യമല്ല. അവിടെ എന്താണ് CPM എടുത്തിട്ടുള്ളത്? അല്ല, അങ്കമാലിയിലെ സമാന സ്ഥിതിയല്ല. അങ്കമാലിയിൽ സ്വതന്ത്രരായിട്ടുള്ള ആളുകൾ അവിടെ ജയിച്ചിട്ടുണ്ട്. ഞങ്ങളാണ് അവിടുത്തെ ഏറ്റവും വലിയ കക്ഷി എന്നുള്ളതിൽ. അവിടെയും ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തും, മത്സരിക്കും, ചെയർമാൻഷിപ്പിന് വേണ്ടിയുള്ള മത്സരം സംഘടിപ്പിക്കും. സ്വതന്ത്രരായിട്ടുള്ളവരുടെ സമാന സാഹചര്യമല്ല തൃപ്പൂണിത്തറയിൽ. തൃപ്പൂണിത്തറയിൽ നിന്നും വ്യത്യസ്തമായ സാഹചര്യമാണ്. അവിടെ സ്വാഭാവികമായിട്ടും ഞങ്ങൾ മത്സരിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങ് ജില്ലാ സെക്രട്ടറി ആയതിനു ശേഷം നടക്കുന്ന ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണെന്നുള്ള മനസ്സിലാക്കുന്നത്. സംഘടനാ സംവിധാനത്തിൽ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ എന്തെങ്കിലും പോരായ്മ, നിർദ്ദേശം കൊടുത്തതിൽ അത് കൃത്യമായിട്ട് പാലിക്കാതെ അങ്ങനെ എന്തെങ്കിലും പോരായ്മയൊക്കെ തന്നെ നിരീക്ഷിക്കുന്നുണ്ടോ ജില്ലാ നേതൃത്വം? അങ്ങനത്തെ ഒരു കാര്യമൊന്നും നമ്മുടെ ഇല്ല. വളരെ ഐക്യത്തോടെയായിരുന്നു ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം. ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, നിങ്ങൾ തന്നെ നേരത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിൽ നല്ല ഐക്യമായിരുന്നു, പാർട്ടി എന്ന നിലയിൽ ഐക്യമായിരുന്നു. റിബലുകളില്ലാതെ തന്നെ സാധാരണയിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഏക ഐക്യത്തോടെയുള്ള സമീപനം എടുത്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലുണ്ട്. അത് നല്ല കരുത്തോടു കൂടി തന്നെ ഞങ്ങൾക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് കാണുന്നത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രതികരണമാണ്. പ്രതീക്ഷിച്ച ആ ഒരു കണക്കുകളിലേക്ക് എത്തിയിട്ടില്ലെങ്കിലും അത് കൃത്യമായി പരിശോധിച്ച് മുന്നോട്ട് പോകുമെന്നുള്ളതാണ് CPM-ന്റെ എറണാകുളം ജില്ലാ നേതൃത്വം, ജില്ലാ സെക്രട്ടറി സതീഷ് നമ്മളോട് വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ മാങ്ങാനത്തിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ P. അക്ബർ, ഇൻ റിപ്പോർട്ടർ കൊച്ചി.